ഇടിച്ചു മറിച്ചിട്ടിരിക്കുന്നത്. നിലവിൽ ആന അവിടെ തന്നെ നിൽക്കുകയാണ്. അതിനെ നിയന്ത്രിക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല. പക്ഷേ ഈ കാഴ്ചക്കാരായി എത്തിയ അതിൻ്റെ ചുറ്റും നിൽക്കുന്ന ആളുകൾ അത് അവിടെ വന്ന് ഇരുന്നൊക്കെയാണ് കാഴ്ച കാണുന്നത്. അവിടെ പോലീസിൻ്റെ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് അവിടെ വന്നിരുന്ന് കാഴ്ച കാണാൻ വന്നിരിക്കുന്ന ആളുകളൊക്കെയാണ്. അവിടെ ആ ദൃശ്യങ്ങളിൽ കാണാം. ആ 3 പേർ അവിടെ ഉത്സവപ്പറമ്പിൽ ഗാനമേള കാണാൻ വന്നിരിക്കുന്ന പോലെയാണ് ആ 3 പേർ അവിടെ വന്നിരുന്ന കാഴ്ച കാണുന്നത്. എടീ, ഞാൻ ഓഫീസിൽ നിന്ന് വന്നടി. എടീ മോനെ, അച്ഛൻ വന്നടാ. ഇപ്പൊ നോയിക്കും, എനിക്കിത് ശമ്പളം കിട്ടി. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എണ്ണ വിറ്റ് കാശുണ്ടാക്കുന്ന കുറച്ച് പഴനിയിലുള്ള കച്ചവടക്കാരെ കാണാനായിട്ട് നമ്മൾ ഫുൾജാർ സോഡ വിൽക്കുന്ന കുറെ കടകൾ കാണാം. ഒരു കടയിലിട്ട കുറേ കടകളിലാണ് പരിപാടി. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ മാസ്ക് ഇട്ടിട്ട് ഒരു ഫുൾജാർ സോഡ തരുമോ ചോദിക്കാം ആദ്യത്തെ. അവരെന്താ റിയാക്ഷൻ നോക്കാം. ഫുൾജാർ സോഡ നമുക്ക് കഴിക്കാൻ വേണ്ടി ഫുൾജാർ സോഡ പറഞ്ഞ് സോഡയെ കുറിച്ച് നമുക്ക് ചോദിക്കാം. അക്ക എന്ത് ഫോട്ടോ ആരക്ക അറിയില്ല. അച്ഛൻ, നമുക്ക് ഈ വഴി പോണോ? നീ ആരാടാ പേടിക്കണം? ആ തള്ളനെ കണ്ട് 2 കൊടുക്കണമെന്ന് ഞാൻ നേരത്തെ ഓങ്ങി വെച്ചിരിക്കുകയാണ്. നീ വന്നാണ് ഇങ്ങോട്ട് പോയാ. നമ്മൾ അയൽക്കാരി ഭവാനി തള്ളയുടെ 16 ആയിരുന്നു. അതിന് പോയിരുന്നു. വിളിച്ചില്ലായിരുന്ന അല്ല, ചന്തയിൽ സിനിമ കാണാൻ പോയത്. സത്യം, എന്റെ ഭർത്താവ് ചാള വസ്തുവിനെ വാങ്ങിച്ചു തന്നെ. എവിടേക്കാണ് വണ്ടി ഓടിക്കുന്നത്? മത്തങ്ങ കണക്ക് 2 കണ്ണല്ലേ ഇരിക്കുന്ന. ഗൾഫിൽ പോയ സമയത്ത് കുറെ ഞറക്കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. കണ്ണുവിട്ടാ വഴിന്ന് മാറേ. മാറാൻ പറഞ്ഞപ്പോ ഇങ്ങോട്ട് വരുന്നടാ. നിനക്കൊക്കെയുള്ള പരിപ്പോടേം ഞാൻ തരുന്നുണ്ട്. ഇപ്പഴല്ല, പിന്നെ. സ്ഥലം ചോദിക്കാൻ മറന്നുപോയി. എന്തിന്? അല്ല, പരിപ്പുടം ചായ വാങ്ങി തരാന്ന് പറഞ്ഞു. ഒരുപാട് കഞ്ചാൻ വയ്യ, ഒരു ഉമ്മയും അടി. കണ്ണെപ്പോഴും അടയില്ല ചേട്ടാ, മനസ്സിലായ? നീയൊക്കെ ഏതാടാ? ഈ റോഡിൽ തടഞ്ഞു നിർത്തി നമുക്ക് പരിപ്പുടൊക്കെ വാങ്ങി തരാന്ന് പറഞ്ഞു. നിങ്ങൾ ഒറ്റ പോക്കങ്ങ് പോയി. നീയൊക്കെ നിക്കറൂട്ട് നടന്ന സമയത്തെ ഞാനും നിക്കറൂട്ട് തന്നെ നടന്നത്. നിന്റെ ഇക്കമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം. ഞാൻ ഒറ്റ മോനാണ്. ആദ്യത്തെ കിഡ്നാപ്പ് ആണെങ്കിലും സക്സസ്. ഇതില് സുമേഷ് ആരടാ? ഞാൻ. അപ്പൊ രഞ്ജിത്തോ? അത് ഞാൻ. നീ ആരാ? ഞാൻ സുഗുണൻ. അപ്പൊ ഇത് കണ്ണൻ. ക്ലിയർ ആയി. സോറി, ഞങ്ങൾ ഞങ്ങളുടെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ജെഫിനെ, ഈ കിഡ്നാപ്പിംഗ് നടന്ന ദിവസം ഉദ്ദേശം എത്ര മണിക്കാണ് ജെഫിന് ഉറങ്ങാൻ കിടന്നത്? തിരി ഉറങ്ങുന്ന സമയത്ത് തന്നെ ഉറങ്ങി. തിരി ഉറങ്ങുന്ന സമയം എന്ന് പറയുമ്പോൾ ഉറക്കം വന്നപ്പോ ഉറങ്ങി. മോനെ, നിന്നെ കിഡ്നാപ്പ് ചെയ്തില്ലേ? ആ ദിവസം നീ ഉറങ്ങാൻ കിടന്ന സമയം ഉറങ്ങാൻ നേരത്തെ സമയം നോക്കാറില്ല. അപ്പൊ ഈ ബോധമില്ലാത്ത സമയത്ത് ജെഫിന് എന്താ ഫീൽ ചെയ്ത്? എന്തായിരുന്നു ആ തോട്ട് പ്രോസസ്? നല്ല സമാധാനം ഉണ്ടായിരുന്നു. ഉറങ്ങല്ലായിരുന്നു. എനിക്കൊരു സംശയം, ഈ കഴിവേറുകൾ മോട്ടിക്കറിയാണ്, പിന്നെ എന്നെ ഊമ്പാനാണ് ഈ പണിക്കറിയത്.